അങ്ങനെ മറ്റൊരു കർക്കിടക മാസം കൂടി ആഗതമാകാൻ പോവുകയാണ്. മിഥുനം തീരുന്നതിന് മുമ്പ്, അതായത് കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഹൈന്ദവ വിശ്വാസികൾ 7 കർമ്മങ്ങൾ ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. അതായത് കർക്കിടക മാസത്തിനെ രാമായണ മാസമെന്നും പിതൃക്കളുടെ ചൈതന്യമുള്ള മാസമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. കാരണം കർക്കിടക മാസത്തിന്റെ പുണ്യം ഏറെ ലഭിക്കുന്ന, രാമായണ മാസത്തിന്റെ പ്രസക്തി മുഴുക്കെ നമുക്ക് ലഭ്യമാകുന്ന ഒരു കാലയളവാണിത്. മാത്രമല്ല പിതൃക്കളുടെ ചൈതന്യം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന കാലയളവ് കൂടിയാണിത്. കാര്യം ഈ സമയത്ത് പിതൃക്കൾ വന്ന് നമ്മെ അനുഗ്രഹിച്ചിട്ട് പോയാൽ മാത്രമേ ഒരു വർഷം നീളുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന് ഉണർവും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ലഭ്യമാവുകയുള്ളൂ. ആ സമയത്ത് ശുഷ്കമായിട്ടുള്ള ഒരു പിതൃ ഗുണമാണ് നമുക്ക് ലഭ്യമാകുന്നതെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള പാതയിൽ പലപ്പോഴും പിതൃക്കളുടെ കാരുണ്യം, പിതൃക്കളുടെ കടാക്ഷമൊക്കെ കിട്ടാതായി പോകും. മാത്രമല്ല നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ഊർജ പ്രസരണം കുറഞ്ഞും പോകും. അതുകൊണ്ട് തന്നെ കർക്കിടകം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമാണ്. വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം കൂടിയാണ്. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ കൂടി നടത്തി കിട്ടുന്നതാണ്. കർക്കിടകത്തിന് മുമ്പ് നമ്മൾ ഈ പിതൃ ഗുണങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാനും അവരുടെ കൃപാകടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും ലഭ്യമാകാൻ വേണ്ടിയിട്ടും വീടിനെ ഒരുക്കിയിടേണ്ടതുണ്ട്. മാത്രമല്ല പണ്ട് പഞ്ഞ കർക്കിടകം എന്ന് പറഞ്ഞിരുന്ന കർക്കിടക മാസത്തെ രാമായണ മൂല്യമുള്ള മാസമാക്കുന്നതിന് നമ്മൾ ആ മന്ത്രോച്ചാരണങ്ങൾ നമ്മുടെ വീട്ടിൽ മുഴങ്ങുന്നതിന് വീടിൻ്റെ ശുദ്ധിയെ നമ്മൾ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതായത് കർക്കിടക മാസത്തിന് മുമ്പ് തന്നെ വീടിന് മുന്നിലെ പുല്ലുകളും മറ്റൊക്കെ കള മാറ്റി കഴിഞ്ഞിട്ട് വീടും അകവും പുറവും നന്നായിട്ട് വൃത്തിയായിട്ടിടണം. പണ്ട് കർക്കിടകത്തിന്റെ അറുതിയിൽ, അത് തീരുന്ന സമയത്താണ് ആടി അറുതി എന്ന് പറയും, ആ സമയത്ത് ചിങ്ങത്തെ വരവേൽക്കാനാണ് മുന്നുള്ള തലമുറ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ അറിവുള്ള തറവാട്ടുകാരെല്ലാം കർക്കിടകത്തിന് തന്നെ, അതായത് ശ്രീ ഭഗവതിക്ക് വേണ്ടിയിട്ടുള്ള സമയം കൂടിയാണിത് എന്നാണ് പറയുന്നത്. ഭഗവതി സേവ, ദേവീ പൂജകളെല്ലാം നടത്തുന്ന കാലഘട്ടമാണ് തറവാടുകളിൽ. അപ്പൊ ആ പഞ്ഞത്വത്തെ നമ്മുടെ, അതായത് പഞ്ഞത്വം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ധനമില്ലായ്മ, അതിനെ കെടുതികളെല്ലാം മാറ്റാനും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാനും ഏറ്റവും നല്ല സമയമായിട്ടാണ് ഈ കർക്കിടകത്തെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് വീടും പരിസരവും അവർ നന്നായിട്ട് ശുചിയായിട്ടിടും. മാത്രമല്ല വീട്ടിന് മുന്നിൽ മുമ്പ് ചാണക വറളി വെച്ച് പുക കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഞെരിപ്പോടിൽ. അത് കർക്കിടക മാസത്തിലെ പൂർണ്ണമായിട്ട് അങ്ങനെ ചെയ്യും. പിന്നീട് മറ്റൊന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദശാംഗം എന്ന് പറയുന്ന, നമുക്ക് പൂക്കടകളിലും മറ്റൊക്കെ കിട്ടും. ആ ദശാംഗം കൊണ്ട് എന്നും വൈകുന്നേരം വീട്ടിനകത്തെ എല്ലാ റൂമിലും അത് അതിന്റെ പുക കൊടുക്കും. കുറച്ച് ദശാംഗം മതി നമുക്ക് മേടിച്ച് കനലിട്ട് പുകച്ച് വീട്ടിനകവും ചുറ്റുപാടുകളും എല്ലാം പുകച്ചു കഴിഞ്ഞാൽ വീട്ടില് അധിവസിക്കുന്ന ദുർഗുണങ്ങളെല്ലാം പുറത്തേക്ക് പോകും, ദുർമൂർത്തികളെല്ലാം പുറത്തേക്ക് പോകും എന്ന സങ്കല്പമുണ്ട്. അത് കൃത്യമായി ചെയ്യുന്നതാണ്. വീടും പരിസരവും വൃത്തിയാക്കിയിടുക, വീട്ടിനകത്ത് ഇത്തരം സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പുകയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം 3 തുളസിയെങ്കിലും നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മിഥുനത്തിൽ തന്നെ 3 തുളസി നട്ടുപിടിപ്പിക്കുക. രാമായണത്തിന്റെ പുണ്യം പൂർണ്ണമായി പകർന്നു കിട്ടുന്നതിന് ആ ഗുണങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ പരിലസിക്കുന്ന വിഷ്ണുവിന്റെ സ്വരൂപമായ ലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള തുളസിയെ രാമായണത്തിന്റെ സാക്ഷിയായിട്ട് വീട്ടുമുറ്റത്ത് 3 തുളസിയായിട്ട് നട്ടുപിടിപ്പിക്കുക. അതിൽ 1 കൃഷ്ണ തുളസിയും 2 വെള്ള തുളസിയായിട്ടും 3 കൃഷ്ണ തുളസിയായിട്ടും 3 വെള്ള തുളസിയായിട്ടൊക്കെ നടുന്നുണ്ട്. അത് യഥോചിതം എന്നേ പറയാനുള്ളൂ. എന്തായാലും 3 തുളസി നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. മൂന്നാമത്തെ കാര്യം രാമായണം മേടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു രാമായണം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ അത് മതിയാകും. കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്യുക ഒരു ശീലമാണല്ലോ. അപ്പോൾ കർക്കിടക മാസത്തിലേക്ക് രാമായണ പാരായണം നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു രാമായണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ നല്ലത്. കുറേ കാലത്തേക്ക് നമുക്കത് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഒരു രാമായണം മേടിക്കണം എന്ന് പണ്ടുള്ള ആചാര്യന്മാർ പറയുന്നത്
മറ്റൊന്നും കൊണ്ടല്ല. നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരാൾക്ക്, അതായത് ഈ രാമായണം മേടിക്കാൻ പാങ്ങില്ലാത്ത ഒരാൾക്ക് ഒരു രാമായണ പുസ്തകം നിങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് അത്യന്ത പുണ്യമായിട്ടാണ് പറയുന്നത്. നമ്മുടെ ആ കാലയളവിൽ ഉണ്ടാകുന്ന എല്ലാ പാപത്വങ്ങളെ ശമിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ പലരും കണ്ടിട്ടില്ലേ, ക്ഷേത്രങ്ങളിൽ രാമായണം കൊണ്ടുവന്ന് സമർപ്പിക്കും. അപ്പോൾ അവിടെ ഉള്ള ഭാരവാഹികൾ തന്നെ രാമായണ ഗ്രന്ഥം ഇല്ലാത്ത ആർക്കെങ്കിലും അത് സമ്മാനമായിട്ട് കൊടുക്കും. അവര് ആ രാമായണം വെച്ച് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യവും കൂടെ ഈ സമ്മാനിച്ച ആളിനും കൂടെ കിട്ടുകയാണ്. അപ്പോൾ അവർക്കും പുണ്യം കിട്ടും, അതിനോടൊപ്പം തന്നെ ഇത് അവരെ കൊണ്ട് പ്രേരിപ്പിച്ച ആളിനും അതിൻ്റെ ചൈതന്യം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്. നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ, റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് യൂട്യൂബ് അയച്ചു നൽകുകയുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുക. നാലാമത്തെ കാര്യം വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് എന്നുള്ളതാണ്. രാമായണ മാസം തുടങ്ങുന്നതിന് മുമ്പ് മിഥുനത്തിൽ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന ഒരു പായസമാവട്ടെ, ഒരു നെയ്വിളക്കാവട്ടെ, ഒരു തുളസിമാലയാവട്ടെ, യഥാവിധി നിങ്ങളൊരു വഴിപാട് കൊടുക്കണം. കാര്യം രാമായണ മാസത്തിന്റെ പൂർണ്ണ പുണ്യം ഈ ഭഗവാന്റെ അവതാരമായ രാമശക്തിയിലാണ് നിലകൊള്ളുന്നത്. അപ്പൊ തൊട്ടടുത്ത് രാമക്ഷേത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. നിങ്ങൾക്ക് ഒരു രാമക്ഷേത്രത്തിൽ മിഥുനത്തിൽ തന്നെ പോയി തൊഴാൻ കഴിയുമെങ്കിൽ അതാകാം. അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാട്ടുപുറങ്ങളിൽ ഒരുപാട് വിഷ്ണു ക്ഷേത്രമുണ്ട്, അവിടെ എവിടെയെങ്കിലും പോയി യഥാശക്തി വഴിപാട് കഴിപ്പിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം മാതാപിതാ ഗുരുക്കന്മാർക്ക് യഥാശക്തി ദക്ഷിണ എന്നുള്ളതാണ്. അതായത് കർക്കിടക മാസത്തിന് മുമ്പ് മാതാവിനും പിതാവിനും അല്ലെങ്കിൽ ഗുരുവിനും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങൾ യഥാശക്തിയായിട്ട് ഒരു വസ്ത്രമോ ഒരു ദക്ഷിണയോ ഒക്കെ സമ്മാനിക്കുന്നത് വളരെ ഗുണകരമാണ്. നിങ്ങൾ പിതാവിനും മാതാവിനും ഒക്കെ ദക്ഷിണ അല്ലെങ്കിൽ വസ്ത്രമൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ ആ പിതൃശക്തി പിതൃലോകത്തിരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അവര് വാവിന് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടായിരിക്കും അവർ തിരികെ പോവുക. അങ്ങനെ ഗുരുക്കന്മാരെ നിങ്ങൾ നിന്ദിക്കാതിരിക്കുക. അച്ഛനമ്മ, മാതാപിതാ, ഗുരു, ദൈവം എന്നുള്ള സങ്കല്പമാണല്ലോ. അപ്പൊ അവർക്ക് ഈ കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരു ദക്ഷിണയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്ത്രമൊക്കെ കൊടുക്കാം. ഇതുപോലെ മുത്തശ്ശന്മാർക്കൊക്കെ കൊടുക്കാം, മുത്തശ്ശിക്കൊക്കെ കൊടുക്കാം കേട്ടോ. അതും ഗുരുസ്മരണയോടുകൂടി കൊടുക്കുന്നത് ഏറെ ഗുണകരമാണ്. പിതൃക്കളുടെ ആ ചൈതന്യം കിട്ടാൻ നല്ലതാണ്. ഇനി പുറത്തുള്ള ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കണം, ഒരു ദക്ഷിണ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ആയിക്കൊള്ളും. അതും നിങ്ങൾക്ക് നന്മ വരുത്തുന്നതായിരിക്കും. ആറാമത്തത് നേർച്ചക്കടം വീട്ടുക എന്നുള്ളതാണ്. ഈ കർക്കിടക മാസത്തിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നീട്ടി കൊണ്ടുവരുത്. ഒരു കർക്കിടകം കഴിഞ്ഞു പോകരുതെന്നാണ് പറയുന്നത് നേർച്ചക്കടം. അപ്പോൾ ഒരു നേർച്ച നേർന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധ്യമായിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ നേർച്ച നടത്തിയിട്ട് അത് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നേർച്ചക്കടത്തിന്റെ രൂപത്തിലേക്കാവും. ഈ കർക്കിടക മാസം പിന്നിടുമ്പോഴാണ് നേർച്ചക്കടം എന്നുള്ള രീതിയിൽ ഇത് കൂടുതൽ സംജാതമാവുക. അതുകൊണ്ട് തന്നെ മിഥുന മാസത്തിൽ തന്നെ നേർച്ച നേർന്നിട്ട് അതിന്റെ കടമായിട്ട് നിലനിൽപ്പുണ്ടെങ്കിൽ അത് വീട്ടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഏഴാമത്തെ കാര്യം മിഥുനം തീരുന്നതിന് 5 ദിവസം മുമ്പെങ്കിലും അല്ലെങ്കിൽ മിഥുനം തീരുന്നതിന്റെ തലേ ദിവസമെങ്കിലും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് കഴിപ്പിക്കുക, അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിപ്പിക്കുക. കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിപ്പിക്കുന്നതാണ് ഏറെ ഉത്തമം. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശിവക്ഷേത്രത്തിലെങ്കിലും പോയിട്ട് നിങ്ങളൊരു വഴിപാട്, അവിടുത്തെ പ്രധാന നിവേദ്യം സമർപ്പിക്കുക. നിങ്ങൾക്ക് കൂവളമാല സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. വേറെ എന്തെങ്കിലും കാണിക്കകൾ സമർപ്പിക്കണമെങ്കിൽ അത് ചെയ്യുക. കർക്കിടകത്തിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് ഏറെ പുണ്യകരമാണ്. ആയുർദോഷ ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന്, കുടുംബത്തിലെ അഭിവൃദ്ധി കൈവരുന്നതിന് എല്ലാം ഇത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മിഥുന മാസം തീരുന്നതിന് മുമ്പ്, കർക്കിടക മാസം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ചെയ്തിരിക്കേണ്ടുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് ഇവിടെ പ്രതിപാദിച്ചത്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഈ മിഥുന മാസം കഴിഞ്ഞിട്ട് കർക്കിടകത്തിലാണ് കാണുന്നതെങ്കിൽ ഇതിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, അതിലും നേട്ടമുണ്ടാകും. പക്ഷെ നിങ്ങളിത് കണ്ടിട്ട് ഒന്നനുസരിക്കാതെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അറിവ് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല, അതിൽ നിന്നുള്ള പുണ്യം കിട്ടുന്നില്ല എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി എൻ്റെ കീഴെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.